പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ലോകസഭാ തിരഞ്ഞെടുപ്പ്, ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണം. ലോകസഭാ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് പ്രകൃതി സൗഹൃദമായി നടത്തണമെന്ന് ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കണം. നിരോധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയാൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഉത്തരവുകളിലെ പൊതുനിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും കോട്ടൺ, തുണി, പേപ്പർ, പോളിയെത്തിലിൻ തുടങ്ങി പുനരുപയോഗം നടത്താൻ സാധിക്കുന്ന പ്രകൃതി സൗഹൃദ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് PVC വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഫ്ലെക്സ് ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ബോർഡ്, ബാനർ എന്നിവയിൽ PVC ഫ്രീ, റീസൈക്ലബിൾ ലോഗോ, പ്രിന്ററുടെ പേര്, ഫോൺ നമ്പർ, ഓർഡർ നമ്പർ എന്നിവ രേഖപ്പെടുത്തിയിരിക്കണം. ഭക്ഷണ വിതരണത്തിനായി ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ഗ്ലാസുകളും ഒഴിവാക്കി സ്റ്റീൽ, ചില്ല്, സെറാമിക് പാത്രങ്ങൾ, വാഴയില എന്നിവ ഉപയോഗിക്കുക. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും അനുബന്ധ സാമഗ്രികളും നിരോധിതമാണ്. തെർമോക്കോൾ നിർമ്മിത അലങ്കാരങ്ങൾ, എഴുത്തുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. കുടിവെള്ള വിതരണത്തിന് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്നിവ ഒഴിവാക്കി മൺകുടം, ബബിൾ ടോപ്പ് ഡിസ്പെൻസറുകൾ എന്നിവ ഉപയോഗിക്കണം. വോട്ടെടുപ്പ് അവസാനിച്ചാൽ പ്രചാരണ ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും ഉടനടി നീക്കം ചെയ്ത് പുനരുപയോഗത്തിനായി ഹരിതകർമ്മസേനക്കോ ബന്ധപ്പെട്ട ഏജൻസിക്കോ കൈമാറണം. PVC പ്ലാസ്റ്റിക് കലർന്ന കൊറിയൻ ക്ലോത്ത്, നൈലോൺ, പോളിസ്റ്റർ കൊണ്ടുള്ള തുണി തുടങ്ങിയ പ്ലാസ്റ്റിക്കിൻ്റെ അംശമോ പ്ലാസ്റ്റിക് കോട്ടിങ്ങോ ഉള്ള പുനരുപയോഗം സാധ്യമല്ലാത്ത ബാനർ, ബോർഡുകൾ തുടങ്ങിയ എല്ലാത്തരം സാമഗ്രികളുടെയും ഉപയോഗം ഒഴിവാക്കണം. പുനരുപയോഗമായ പ്രചാരണ സാമഗ്രികൾ ഉപയോഗശേഷം അതാത് രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മസേന മുഖാന്തരം സർക്കാർ കമ്പനിയായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന് കൈമാറണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ഓഫീസുകൾ അലങ്കരിക്കുന്നതിന് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണം. പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഭക്ഷണപദാർത്ഥങ്ങൾ, കുടിവെള്ളം മുതലായവ കൊണ്ടുവരാൻ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും പരമാവധി ഒഴിവാക്കണം. തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി നൽകുന്ന ഫോട്ടോ, വോട്ടർ സ്ലിപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സ്ലിപ്പുകൾ എന്നിവ പോളിംഗ് ബൂത്തിലെ പരിസരങ്ങളിൽ ഉപേക്ഷിക്കുന്ന പ്രവണത ഒഴിവാക്കി ഇവ ശേഖരിച്ച് കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ച് സ്ക്രാപ്പ് ഡീലേഴ്സിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതൊക്കെയാണ് സർക്കാർ ഉത്തരവുകളിലെ പൊതുനിർദ്ദേശങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷന്റെ നിബന്ധനകൾക്ക് വിധേയമായി പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് പ്രകൃതി സൗഹൃദമായി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്